Shalin's Kitchen Art. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഗീ റൈസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 2 ഗ്ലാസ് കൈമേരി എടുത്തിട്ടുണ്ട്. ഒരു സവാള നീളത്തിലരിഞ്ഞത്. ഇത് നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. ഇനി നമുക്ക് കൈമേരി കഴുകി ഊറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഗ്രാമ്പൂ, 3 ഏലക്കായ, 2 കറുവാപ്പട്ട, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സവാള വറുത്ത ഓയിലാണ് നെയ്ച്ചോറിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ സവാള വറുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മളുടെ ഗീ റൈസിന് കിട്ടും. ഇത് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മളുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ ഫ്രൈ ചെയ്തത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 10 കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ടിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ 10-12 കിസ്മിസും ചേർക്കാം. കാഷ്യൂനട്ട് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 3.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ സവാള വറുത്ത ഓയിൽ ഒഴിക്കാം. നേരത്തെ ഊറ്റി വെച്ച കൈമേരി ചേർക്കാം. ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 25 ഗ്രാം നെയ്യും കൂടെ ചേർക്കാം. ഓയിലും നെയ്യുടെയും അളവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കാം. നല്ല ചൂടായ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. സാധാരണ നെയ്ച്ചോറിന് നമ്മൾ 4 ഗ്ലാസ് വെള്ളം ആണ് എടുക്കുന്നത് 2 ഗ്ലാസ്സിന്. ഇത് ഞാനിപ്പോൾ 3.25 ഗ്ലാസ്സേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 10-12 കുരുമുളക് ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുത്താം. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പം ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നിനൊന്ന് ഒട്ടാതെ വളരെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗീ റൈസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ നെയ്യിലും സവാള വറുത്ത ഓയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ഗീ റൈസിന്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് സവാള വറുത്തത് ചേർക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് അലങ്കരിക്കാം. ഇപ്പോൾ നമ്മളുടെ പ്രഷർ കുക്കർ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൈമേരിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റാണിത്. ഗീ റൈസിന് എപ്പോഴും ചെറിയ അരിയാണ് നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് മട്ടൻ കറിയുടെയും ചിക്കൻ കറിയുടെയും കുറുമയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.